മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പീരുമേട്ടിൽ കാട്ടിൽ വെച്ച് ആദിവാസി സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. സിംഗുകണ്ടത്തെ ഭൂപട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഇതുവരെ പട്ടയ അപേക്ഷ നൽകിയിരിക്കുന്നത് വിശദമായി പരിശോധിക്കും. നടപടികൾ വേഗത്തിലാക്കും. മലയോരത്ത് മഴ ഇടവിട്ട് തുടരുന്നു. ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ മരം വീണ് വീട് തകർന്നു. ഒറ്റപ്ലാക്കൽ ജിനുവിന്റെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ വേങ്ങമരം പതിച്ചത്. അപേക്ഷ നൽകിയിട്ടും അധികൃതർ മരം മുറിച്ചില്ല. ആനപ്പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ചിന്നക്കനാൽ 301-ലെ ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പനടക്കമുള്ള 30ഓളം വരുന്ന കാട്ടാനകളാണ് 301-ന്റെ ചുറ്റും തമ്പടിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ കാട്ടിൽ വെച്ച് ആദിവാസി സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. സുതാര്യവും സത്യസന്ധവുമായി അന്വേഷണം നടത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസവും പീരുമേട്ടിൽ നടന്ന സിറ്റിംഗിലാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 13-നാണ് പീരുമേട് പ്ലാക്കത്തടത്ത് വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീയായ 42-കാരി സീത മരണപ്പെട്ടത്. വനത്തിനുള്ളിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ സീത മരിച്ചെന്നായിരുന്നു ഭർത്താവ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ വന്യജീവി ആക്രമണമല്ല മരണകാരണമെന്നും കൊലപാതകമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത് വിവാദമായി മാറിയതോടെയാണ് സംഭവത്തിന്റെ നിജസ്ഥിതി അറിയണമെന്ന ആവശ്യവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി കമ്മീഷനെ സമീപിച്ചത്.
തുടർന്ന് കഴിഞ്ഞ 17 പീരുമേട് ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടത്. പീരുമേടിൽ നടന്ന സിറ്റിംഗിലാണ് പറയാൻ നൽകിയത്. ഇപ്പോൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് കൈമാറണം എന്ന് ആണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം ഒരു ദുരൂഹത നിറഞ്ഞതാണ്. ആരാണ് കൊന്നത്, കൊന്ന ആളെ കണ്ടുപിടിക്കുകയും അതോടൊപ്പം ആന ചവിട്ടിയതാണെങ്കിൽ ഈ കുടുംബത്തിന് നഷ്ടപരിഹാര വനവകുപ്പ് നൽകേണ്ടതാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ നൽകിയിട്ടുള്ളത്. സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മരണപ്പെട്ട സീതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളും ആനയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് വ്യക്തമാക്കിയത്. സിറ്റി വിഷൻ, പീരുമേട്. സിങ്ക് കണ്ടത്തെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഇതുവരെ നൽകിയിരിക്കുന്ന പട്ടയ അപേക്ഷ പരിശോധിച്ച് ഏതു തരത്തിലുള്ള പട്ടയം നൽകാമെന്ന് തീരുമാനിക്കും. കൈവശക്കാർക്ക് മുഴുവനും പട്ടയം നൽകുക എന്നതാണ് നിലവിലുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനം. അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് വിശദമായ പരിശോധനകൾ നടത്താനുള്ള തീരുമാനം. വലിയ പ്രതിഷേധങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിലാണ് ചിന്നക്കനാൽ സിങ്ക് കണ്ടത്തെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നതും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇവിടെ സ്ഥലപരിശോധന നടത്തി ആളുകളെ നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കൈവശക്കാരുടെ പട്ടയ അപേക്ഷകളടക്കം പരിശോധിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാർ ഭൂമിയിലെ കൈവശക്കാരായ കർഷകരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഒപ്പം സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത് കൃത്യത വരുത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. കാലതാമസമില്ലാതെ പട്ടയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മലയോരത്ത് മഴ ഇടവിട്ട് തുടരുന്നു. ഇന്ന് പകൽ സമയത്ത് ചെറിയ രീതിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരത്തോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ മരം വീണ് വീട് തകർന്നു. ഒറ്റപ്ലാക്കൽ ജിനുവിന്റെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ വേങ്ങമരം പതിച്ചത്. അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റുന്നതിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും വനംവകുപ്പ് മരം മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോരത്ത് ഇടവിട്ട മഴ തുടരുകയാണ്. പകൽ സമയത്ത് തോർന്നു നിന്ന മഴ വൈകുന്നേരത്തോടെ കൂടുതൽ ശക്തമായി. ഒപ്പം കനത്ത കാറ്റും വീശി. ഉടുമ്പൻചോല പഞ്ചായത്തിലെ വട്ടക്കണ്ണിപ്പാറയിൽ മരം വീണ് വീട് തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും സമീപത്തുണ്ടായിരുന്ന വേങ്ങമരം വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് വീട്ടുപകരണങ്ങളും നശിച്ചു. വീട്ടിൽ ആളുണ്ടായിരുന്ന സമയത്താണ് മരം വീണത്. അത്ഭുതകരമായിട്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. മഴ ശക്തമായ ഘട്ടത്തിൽ അപകടകരമായി നിൽക്കുന്ന മരം മുറിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉടമ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ മരം മുറിച്ചു നീക്കുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നും നാട്ടുകാരടക്കം ആരോപിച്ചിരുന്നു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഇനി സിറ്റി വിഷൻ പരമ്പര ആനക്കലിയുടെ ഇരകൾ. ആനപ്പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചിന്നക്കനാൽ 301 ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ അടക്കമുള്ള 30ഓളം വരുന്ന കാട്ടാനകളാണ് 301 വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയം എത്തുന്നത്. ഒരു പ്രതിരോധ മാർഗവും സ്വീകരിക്കാത്ത ഇവിടെ ജീവൻ ഭയന്നാണ് ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത്. പുനരധിവാസ പദ്ധതി നടപ്പിലാക്കി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഭയമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ചിന്നക്കനാൽ 301 ആദിവാസി കുടുംബങ്ങൾക്ക്. ചിന്നക്കനാൽ മേഖലയിലുള്ള കാട്ടാനകൾ ഭൂരിഭാഗവും 301 ജനവാസ മേഖലയിലാണ് തമ്പടിക്കുന്നത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിഹാരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ ഭയന്നാണ് ആദിവാസി കുടുംബങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ പേടി ചക്കക്കൊമ്പൻ തന്നെ. രാത്രികാലത്ത് വീടുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ഷെഡിലാണ് ഇവർ അന്തിയുറങ്ങുന്നത്. മഴയായതിനാൽ നിലവിൽ പുറത്ത് തീയിട്ട് പ്രതിരോധം തീർക്കാനും കഴിയില്ല. മാത്രവുമല്ല രാത്രികാലത്ത് പലപ്പോഴും ഇവിടെ വൈദ്യുതിയും ഇല്ലാത്തതിനാൽ ആന വീട്ടുമുറ്റത്തെത്തിയാലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.
വന്യജീവി ശല്യം രൂക്ഷമായ മൂന്നാറിൽ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കി വനം വകുപ്പ്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ 33 പ്രൈമറി വാളണ്ടിയർ റെസ്പോൺസ് ടീം രൂപീകരിച്ചു. വന്യജീവി ആക്രമണങ്ങളുടെ പ്രതിരോധം മാത്രമല്ല, ഏത് അടിയന്തര ഘട്ടത്തിലും പൊതുജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന തരത്തിലാവും പ്രൈമറി റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലും ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതിക്ക് കീഴിലായി 33 പ്രൈമറി വോളണ്ടിയർ റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായ പരിശീലനം നൽകും. നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന റെസ്പോൺസ് ടീം അംഗങ്ങളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറും. പോലീസിന്റെ ക്ലിയറൻസ് കൂടി കിട്ടിയതിനു ശേഷമാകും പരിശീലനമടക്കം നൽകുക. പ്രൈമറി റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം അത് സർക്കാരിന്റെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് ഓരോ പ്രദേശത്തെയും അല്ലെങ്കിൽ ആനകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഈ പ്രൈമറി റെസ്പോൺസ് ടീം ബന്ധപ്പെട്ട RRTകളെ അറിയിക്കും. അതോടൊപ്പം തന്നെ മനുഷ്യന് ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അലർട്ട് കൊടുക്കും. അതോടൊപ്പം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളും ഈ പ്രൈമറി റെസ്പോൺസ് ടീം സ്വീകരിക്കും. മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗം നിലവിലെടുത്തിരിക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീമിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിന് റെസ്ക്യൂ വാനും മൂന്നാറിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തിക്കും. ഇടമലക്കുടി അടക്കമുള്ള വിദൂര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വാഹനം എത്തിക്കുന്നത്. പ്രൈമറി റെസ്പോൺസ് ടീം പ്രവർത്തനം സജീവമാകുന്നതോടെ ആനയടക്കം ജനവാസ മേഖലയിൽ എത്തിയാൽ ആ വിവരം അപ്പോൾ തന്നെ ജനങ്ങളെയും RRT സംഘത്തെയും അറിയിക്കാൻ സാധിക്കും. ഒപ്പം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും പ്രതിരോധം തീർക്കാനും കഴിയുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. വായന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. രാവിലെ 10:30 നടക്കുന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ അധ്യക്ഷനാകും. PN പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയി കാട്ടുവള്ളി വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വായന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. വീട്ടിൽ വാറ്റ് ചാരായ നിർമ്മാണം നടത്തിയ 2 പേർ പിടിയിൽ. വാറ്റി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചാരായവും മറ്റ് വാറ്റ് ഉപകരണങ്ങളും അടക്കമാണ് പ്രതികളെ തങ്കമണി എക്സൈസ് പിടികൂടിയത്. കാമാക്ഷി പാണ്ടിപ്പാറ സ്വദേശി തോണിപ്പാറ രതീഷ്, ഇയാളുടെ സഹായി പ്രതീഷ് എന്നിവരെയാണ് പിടിയിലായത്. വാറ്റ് ചാരായം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന പ്രധാന സംഘമാണ് പിടിയിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ പറഞ്ഞു.
പാണ്ടിപ്പാറ മേഖല കേന്ദ്രീകരിച്ച് വ്യാജ ചാരായ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്കമണി എക്സൈസ് ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഒപ്പം പിടിയിലായ ഇരുവരെയും എക്സൈസ് നിരീക്ഷിച്ചും വരികയായിരുന്നു. ചാരായ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വ്യക്തമായ വിവരം ലഭിച്ചതോടെ തന്ത്രപൂർവ്വം എത്തിയ എക്സൈസ് സംഘം പ്രതികളെ കുടുക്കുകയായിരുന്നു. പാണ്ടിപ്പാറ കൈനാനിപ്പാറ ചെമ്പകപ്പാറ റോഡിൽ തോണിപ്പാറ രതീഷിന്റെ വീട്ടിലാണ് ചാരായം നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ നിന്നുമാണ് 12 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത്. ഒപ്പം വീട്ടുടമ രതീഷിനെയും ഇയാളുടെ സഹായി പ്രതീഷിനെയും പിടികൂടുകയായിരുന്നു. ഒരു 12 ലിറ്ററോളം വാറ്റ് ചാരായവും പിന്നെ മറ്റു വാറ്റുപകരണങ്ങളും കണ്ടെത്താൻ സാധിച്ചു. ഈ കേസിൽ ഇപ്പോൾ 2 പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു രതീഷും ഒരു പ്രതീഷ് എന്ന പേരായിട്ട് 2 പ്രതികളാണ് നിലവിൽ ഈ കേസിൽ നമുക്ക് പ്രതികളായിട്ടുള്ളത്. തങ്കമണി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജയൻ പി ജോൺ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ബിനു ജോസഫ്, ബിജു പി എ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആൽബിൻ ജോസഫ്, സുജിത്ത് എസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബിജി കെ ജെ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, തങ്കമണി. പ്രതിഷേധവും പരാതിയും ഉയർന്നിട്ടും കല്ലാർകുട്ടി ടൗണിനെതിരെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ നടപടിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകും. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡ് അടിമാലി കുമളി ദേശീയപാതയുമായി സംഗമിക്കുന്നത് കല്ലാർകുട്ടി ടൗണിലാണ്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. ഈ സാഹചര്യത്തിലാണ് ടൗണിനരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയെങ്കിലും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. 2 ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കാതെ ഇത് വലിയ അപകടം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് എത്രയും പെട്ടെന്ന് ഈ മൺതിട്ട റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കോരി മാറ്റി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കണം. കൊടും വളവോടുകൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. സിറ്റി വിഷൻ, അടിമാലി. മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം 23-ന് വൈകിട്ട് 5 മണി മുതൽ രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്യും. വാർഷിക പൊതുയോഗം നടക്കുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ രാജാക്കാട്ടിൽ പ്രവർത്തിക്കുന്ന കടകൾക്ക് അവധിയായിരിക്കുമെന്നും പ്രസിഡന്റ് VS ബിജുമോൻ, ജനറൽ സെക്രട്ടറി സജിമോൻ ജോസഫ്, ട്രഷറർ VC ജോൺസൺ എന്നിവർ അറിയിച്ചു. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ ഈ വർഷത്തെ വാർഷിക പൊതുയോഗം ഈ ജൂൺ മാസം 23-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ ഈ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി പൈമ്പിള്ള അവറുകളാണ്. അതുപോലെ തന്നെ വാർഷിക പൊതുയോഗത്തിൽ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സജി കോട്ടയ്ക്കൽ അവതരിപ്പിക്കും. 1 വർഷത്തെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ സംഘടന ട്രഷറർ ശ്രീ VC ജോൺസൺ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ SSLC +2 ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുകയും അവർക്ക് മൊമെൻറ്റോയും ക്യാഷ് അവാർഡും കൊടുത്തവരെ ആദരിക്കുന്നുണ്ട്. ജില്ലയിലെ പ്രമുഖ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം 23-ാം തീയതി 4 മണി മുതൽ രാജാക്കാട് ടൗണിലുള്ള സംഘടനയുടെ കീഴിലുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി അറിയിച്ചുകൊള്ളുന്നു. വനം വകുപ്പിന്റെ ഇടപെടലിൽ ജില്ലാ ആസ്ഥാന മേഖലയിൽ ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ ചെറുതോണിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. സോഷ്യൽ ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് നേച്ചർ ചെയർമാൻ PL നിസാമുദ്ദീൻ 2 മണി മുതൽ ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ മഴ നനഞ്ഞ് പ്രതിഷേധിക്കും. പരിപാടി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MJ വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ പൈനാവ്, ചെറുതോണി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ
ഏതാണ്ട് 10ഓളം വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും വനം വകുപ്പിന് കീഴിൽ ഉള്ളവയാണ്. മുൻപ് ആയിരക്കണക്കിന് സഞ്ചാരികൾ നിരന്തരം വന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വനം വകുപ്പിൻ്റെ ശക്തമായ നിലപാട് മൂലം ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ മന്ത്രപ്പാറ എന്ന പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാഴ്ച കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന കാര്യം അറിഞ്ഞതോടുകൂടി വനംവകുപ്പ് ഈ പ്രദേശത്ത് വേലി കെട്ടിത്തിരിക്കുകയും അങ്ങോട്ട് പ്രവേശിച്ചാൽ അവർക്കെതിരെ കേസെടുക്കും എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ജൂൺ 19 വായനാ ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതോണി ട്രാഫിക് ജംഗ്ഷനിൽ നടക്കുന്ന സമരം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് NJ വർഗീസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീരുമേട്ടിൽ കാട്ടിൽ വെച്ച് ആദിവാസി സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. സിംഗ് കണ്ടത്തെ ഭൂപട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഇതുവരെ പട്ടയ അപേക്ഷ നൽകിയിരിക്കുന്നത് വിശദമായി പരിശോധിക്കും. നടപടികൾ വേഗത്തിലാക്കും. മലയോരത്ത് മഴ ഇടവിട്ട് തുടരുന്നു. ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ മരം വീണ് വീട് തകർന്നു. ഒറ്റപ്ലാക്കൽ ജിനുവിന്റെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ വേങ്ങമരം പതിച്ചത്. അപേക്ഷ നൽകിയിട്ടും അധികൃതർ മരം മുറിച്ചില്ല. ആനപ്പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ചിന്നക്കനാൽ 301 ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പനടക്കമുള്ള 30ഓളം വരുന്ന കാട്ടാനകളാണ് 301 ചുറ്റും തമ്പടിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി.
ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.